കൊല്ലം മുന്നേ ഞാൻ പ്ലാൻ ചെയ്ത ഒരു പേരയ്ക്ക പ്ലാന്റിൽ നിന്നാണ്, ഇത് ഗുവ പ്ലാന്റിൽ നിന്നാണ് ഈ പേരയ്ക്ക എനിക്ക് കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ ഒക്കെ വലുതായിട്ടുണ്ട്, നല്ല വലിപ്പമുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഈ ക്രാക്ക് വന്നിട്ടുള്ളത് താഴെ വീണിട്ട് പൊട്ടിയിരിക്കുകയാണ്. പിന്നെ സാധാരണ ഞാൻ താഴെ വീണത് എന്തെങ്കിലും റപ്ചർ കണ്ടാൽ എടുക്കില്ല, കാരണം പേടിയാണ്, വവ്വാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിച്ചതോ ഒക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും കിളികൾ കൊത്തിയതോ ആവാം. ചിലപ്പോൾ വെറുതെ നിലത്ത് വീഴുമ്പോൾ വരുന്ന റപ്ചറാവും, എന്നാലും ഞാൻ എടുക്കാറില്ല. പക്ഷേ ഇത് കണ്ടാൽ തന്നെ അറിയാം താഴെ വീണ് പൊട്ടിയിരിക്കുകയാണെന്ന്. അതുകൊണ്ട് എടുത്തു. ഈ പേരയ്ക്കയിലുള്ള തുറന്ന് കിടന്നിരുന്ന ഭാഗം, അതായത് ക്രാക്ക് ഉണ്ടായ ഭാഗം ഞാൻ മുറിച്ച് കളഞ്ഞു. അത് എയറായിട്ട് കോണ്ടാക്റ്റ് വന്നതാണ്. അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നാലും ഇത് ഞാൻ തിന്നു. പിന്നെ പേരയ്ക്ക കിട്ടിയാൽ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ പേരയ്ക്കയുടെ തൊലി കളയും. അറിയാതല്ല, ന്യൂട്രീഷ്യസ് ബെനിഫിറ്റൊക്കെ പേരയ്ക്കയുടെ തൊലിമ കൂടുതലുണ്ടെന്ന് അറിയാതല്ല, എന്നാലും നമ്മൾ കുറേ കാക്കയും കിളിയൊക്കെ കയറി ഇറങ്ങണമല്ലേ പേരമേ, അതുകൊണ്ട് മാത്രം. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ്. പേരയ്ക്ക ആ പേരമരത്തുമെന്ന് നിന്ന് പഴുക്കണം, അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുക. അല്ലാതെ നമ്മൾ പച്ചിട്ടോ അല്ലെങ്കിൽ മൂത്തതോ അല്ലെങ്കിൽ പഴുക്കാറായത് പൊട്ടിച്ച് വെച്ചാൽ ആ രുചി കിട്ടില്ല. ഇത് മേടിച്ച് കഴിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ കഴിക്കുന്നില്ല. എൻ്റെ ഗുവ സ്റ്റോറി.